ഹലോ ഗായ്സ്, ഇന്നൊരു വാട്ട് ഐ ഈറ്റിൻ ഡേ പ്ലസ് വാട്ട് ഐ കുക്ക്ഡ് ഡേ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് സൺഡേ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കരുതി അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അതുപോലെ ഞങ്ങൾക്ക് ചായ മസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പവും ഇന്നലത്തെ ചിക്കൻ കറിയായിരുന്നു. അത് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. കഴിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച്. അതാണ് അപ്പത്തിൻ്റെ പകുതി കാണാത്തത്. ഇന്ന് നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അമ്മ വന്നപ്പോൾ അമ്മയ്ക്കും കുറച്ച് പണി കൊടുത്തു. ഇതാണ് ആഫ്രിക്കൻ മല്ലിയില. ഇതിന് മല്ലിയിലയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ഈ ഇടയ്ക്കാണ് ഇതിനെ പരിചയപ്പെട്ടത്. ഇപ്പോൾ ഇത് നട്ട് വളർത്തിയ ശേഷം എപ്പോഴും ഇത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇതാണ് ഉൽപ്പലക്ഷ്മി, ഞങ്ങളുടെ ഇവിടുത്തെ സ്ഥിരം വിസിറ്ററാട്ടോ. ഇവിടുത്തെ നാട്ടുകാരെ ഉൾക്കിട്ട പേരാട്ടോ, ഒരു വെറൈറ്റി ആയിട്ടില്ലേ. ബാക്ക് ടു കുക്കിംഗ്. ഞങ്ങളെങ്ങനെ ചിക്കൻ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാട്ടോ. സ്വന്തം പറമ്പിലായതുകൊണ്ട് മല്ലിയിലയും രമ്പയൊക്കെ ഞാൻ ആവശ്യത്തിലേറെ വാരിയിട്ടിട്ടുണ്ട്. കുക്കിങ്ങിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ അടുത്തും കത്തി വയ്ക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ അടുത്തും കത്തി വയ്ക്കുന്നുണ്ട്. എൻ്റെ കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയുടെ അടുത്തും കത്തി വെച്ചിട്ട് കുക്കിംഗ് നടന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ് ഒറ്റയ്ക്ക് നിന്ന് കുക്ക് ചെയ്യാന്ന് പറയുന്നത്. എനിക്കെപ്പോഴും ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ ചേട്ടൻ പറയാറുണ്ട് എനിക്ക് പറ്റിയ കമ്പനിയാണ് ചേച്ചിയുള്ളത്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം നല്ല കത്തിയുടെയാണ്. അങ്ങനെ ഉള്ളിയും ടൊമാറ്റോ ഒക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കുറച്ച് വരണ്ട് കഴിഞ്ഞപ്പോൾ അടുത്ത നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ നോർമലി ചിക്കൻ കറിയിൽ ഇടാറുള്ള പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മസാലപ്പൊടിയും ഒക്കെ ചേർത്തു. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടായിരുന്നു. അതിനുശേഷം ബാക്കി ഉണ്ടായിരുന്ന ഇലകളെല്ലാം ചേർത്തു. ഈ ഇലകളെല്ലാം ഇട്ട ശേഷം അടച്ചു വെച്ച് വിസിലേൽപ്പിച്ചു. ഇത് നാടൻ കോഴി കേട്ടോ, അപ്പോൾ കുറച്ച് നെയ്യ് കൂടുതലായിരുന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡിയായി. അതിനുശേഷം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് അരി കഴുകാനിട്ടേക്കുമായിരുന്നു. അതൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് കഴുകി. പിന്നെ ഏലക്ക, സാജീരകം ഇട്ടു, പിന്നെ ഗ്രാമ്പു ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരി ഇട്ടു. വീണ്ടും കുറച്ച് രമ്പയിലും കൂടെ ഇട്ട ശേഷം അത് വീണ്ടും ഒന്ന് വിസിലേൽപ്പിക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ സാലഡ് ഉണ്ടാക്കി. ഇത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. എനിക്കിങ്ങനെ വലിയ പീസായിട്ട് ഉള്ളി കിടക്കുന്ന ഇഷ്ടമല്ല സാലഡിൽ. കുഞ്ഞു പീസാക്കി ചോപ്പ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ആഡ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡിയായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാടൻ കോഴിയുണ്ട്, നല്ല നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ആ ബിരിയാണിയിൽ അറിയാൻ പറ്റുന്നുണ്ട്, നെയ്യുടെ ഒരു ഇത്. എല്ലാം റെഡിയാക്കി കഴിഞ്ഞ ശേഷം അങ്ങനെ നമ്മൾ കഴിക്കാൻ പോവാണ്. ഈവനിങ് ആയപ്പോൾ ചേട്ടന് ഉള്ളിയോടെ കഴിക്കാനൊരു ക്രേവിങ്. അങ്ങനെ ഞാൻ വിചാരിച്ചു അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ. ഉള്ളി കട്ട് ചെയ്തിട്ട് അതിൽ ഉപ്പിട്ടിട്ട് കുറച്ച് നേരം മാറ്റി വെച്ചു. അതിലേക്ക് കുറച്ച് കായപ്പൊടിയും പിന്നെ കടലമാവും ചേർത്തു. മൈദമാവും വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർത്തിട്ടില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയതായതുകൊണ്ട് ഞാൻ കറിവേപ്പിലയും മുളകും ഇടാൻ മറന്നുപോയി. നമ്മുടെ ഉള്ളിവട റെഡിയായി. അങ്ങനെ ചായയുടെ കൂടെ ഉള്ളിവടയൊക്കെ കഴിച്ചിട്ട് രാത്രിയായപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ചോറുണ്ടായിരുന്നു, അതും കൂടെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.